വന്നാൽ ഞാൻ ഇതുപോലൊന്നുമല്ല, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടൽ കാരണം ആ ഒരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് ബെറ്ററായി. എൻ്റെ പേര് ലോഹിദാസ്. എൻ്റെ വൈഫാണ് ഗിരിജാദാസ്. ഇയാൾ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു അല്ലേ? 10 വർഷം കഴിഞ്ഞു. അപ്പം ആ 10 വർഷം വരെയും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലാസ്റ്റ് 1 year ആയിട്ട് പ്രശ്നങ്ങളും ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ആയിട്ട് ശ്വാസം മുട്ടല് മറ്റുള്ള അസുഖങ്ങൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. മിക്കവാറും എല്ലാ സമയത്തും, അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസത്തെ ഇടവേളയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആകുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇയാൾക്ക് ഇതിനിടയ്ക്ക് സ്ട്രോക്ക് വന്നിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ഇയാൾക്ക് വേറെയും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായി, ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെയാണെന്നെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പറയുകയും അവരതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ അല്പം കൂടുതലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ക്രിയാറ്റിൻ ലെവൽ വീണ്ടും കൂടുകയും അവർ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ സ്റ്റാൻഡിൽ എടുക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾ മാനസികമായിട്ട് വീണ്ടും ഒരു അറ്റംപ്റ്റിന് റെഡി അല്ലായിരുന്നു. ഇടയ്ക്ക് ഇവിടെ വല്യത്ത് കൊണ്ടുവന്ന് കാണിക്കുകയും അവിടുത്തെ ഡോക്ടറോട് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ICUയിൽ അഡ്മിറ്റ് ആവുകയും ഒക്കെ ചെയ്തു. സമയം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഇവിടെ വന്ന് വീണ്ടും അഡ്മിറ്റ് ആവുകയും ഡോക്ടർ ജെയ്സൺ കൺസൾട്ട് ചെയ്യുകയും, പിന്നെ അത് മാത്രമല്ല സാറിന്റെ ഭാഗത്ത് നിന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കേൾക്കാനിടയായതെന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടറും എന്താ പറയുക, തൻ്റെ പേഷ്യൻറ്റിനെ ഡയാലിസിസിന് വിധേയമാക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കത്തില്ല, അത് അങ്ങനെ ചെയ്യത്തില്ല. അതിനൊരു എത്തിക്സിൻ്റെ ഭാഗമായിട്ടാണ് സാർ എന്നോട് അത് പറഞ്ഞത്. അതൊക്കെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, അത് എനിക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യമാവുകയും, അങ്ങനെ സാറിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എന്നാൽ ശരി നമുക്കത് നോക്കാം സാർ എന്ന് ഞാൻ പറയുകയും, അങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി നമുക്ക് ചെയ്യാം. ആദ്യം ആ ഒരു പ്രൊസീജിയറിൽ എത്താൻ വേണ്ടിയിട്ട് സാറ് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു. അത് നമുക്ക് കിംസ് വല്യത്തിൽ തന്നെ, അല്ലെങ്കിൽ മാഡത്തിൻ്റെ അണ്ടർ തന്നെ, ശ്രീകല മാഡത്തിൻ്റെ അണ്ടറിലും ഡോക്ടർ ജേസന്റെ അണ്ടറിലും നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാമെന്നുള്ള നമ്മൾ കംപ്ലീറ്റ് തയ്യാറെടുപ്പിലും അന്നേ ദിവസം പ്രൊസീജിയർ ചെയ്യുന്ന ദിവസവും മാഡം എന്നെ വിളിക്കുകയും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ മാഡം അത് വളരെ ഭംഗിയായി, വളരെ ആത്മാർത്ഥമായിട്ട് മാഡം അത് ചെയ്യുകയും പിന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുകയും, എനിക്കത് ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് പ്രതീക്ഷിച്ച് വന്നത്, ഇവിടെ എന്താണ് കാണുന്നത്, അത് ഡോക്ടർ ചെയ്തില്ലയോ എന്ന് വരെ ഒരു നിമിഷം ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഇതിന് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇവിടുത്തെ നേഴ്സിനോട്, പിന്നെ ഡോക്ടേഴ്സിനോടും സ്റ്റാഫിനോടെല്ലാം നന്ദിയേ ഉള്ളു പറയാൻ. എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. താങ്ക്സ് കിംസ്.